നമ്മൾ ചിലപ്പോഴൊക്കെ ഈ രാവിലെ എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്യാൻ മടിക്കുന്ന സമയത്താണല്ലോ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉപ്പുമാവ് നല്ല ടേസ്റ്റി ആയിട്ട് വേറെ കറിയൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നോക്കാം. അപ്പം ഒരുപാട് പാത്രങ്ങളൊന്നും നമുക്കിനി ആവശ്യമില്ല കേട്ടോ. ഒറ്റ ചട്ടിയിൽ തന്നെ നമുക്ക് എല്ലാം ചെയ്യാവുന്നതാണ്. സാധാരണ ജോലിഭാരം കുറയ്ക്കാനാണല്ലോ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് നെയ്യ് കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പ്രത്യേക ടേസ്റ്റാണ് നെയ്യ് കൂടി നമ്മൾ ഉപ്പുമാവിന് ചേർക്കുമ്പോഴത്തേക്കും. അപ്പോൾ അതിലോട്ട് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിച്ചതിന് ശേഷം അതിലോട്ട് നമുക്ക് കറിവേപ്പില, പിന്നെ പച്ചമുളകൊക്കെ ഇഷ്ടമാണെങ്കിൽ അത് ചേർക്കാം. പിന്നെ ക്യാരറ്റ്, ബീൻസ്, അങ്ങനെ എന്തൊക്കെ വെജിറ്റബിൾസ് നമുക്കിതിൽ ചേർക്കാൻ പറ്റുമോ അതൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ. മുരിങ്ങയില ഉണ്ടെങ്കിൽ ആ മുരിങ്ങയിലയുടെ ഇലകൾ കൂടെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് കുഞ്ഞുങ്ങൾക്ക് കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും. മുരിങ്ങയില തോരനൊന്നും ഇഷ്ടമില്ലാത്തവർക്കൊക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ. അത് ഇട്ടൊന്ന് നന്നായിട്ട് ഒന്ന് വാടി വന്നതിന് ശേഷം അതിലോട്ട് നമുക്ക് റവ ഡയറക്റ്റായിട്ട് തന്നെ ചേർക്കാവുന്നതാണ്. നമ്മൾ സാധാരണ റവ സെപ്പറേറ്റൊക്കെ വറുത്തിട്ടാണല്ലോ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ, ജോലിഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആ സമയം കൂടി ഇതിൽ ലാഭിക്കാം. നമ്മൾ ഈ ഉള്ളിയും എല്ലാം ഒന്ന് വാടിയതിന് ശേഷം അതിലോട്ട് തന്നെ റവ ഇട്ടാൽ മതി. റവ ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഒന്ന് ചുമക്കെ വറക്കണം കേട്ടോ, എങ്കിലാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. പിന്നെ നമുക്ക് അത്രയും കളറിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. എന്നിട്ട് അതിലോട്ട് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ എടുക്കേണ്ടത്. വെള്ളം നമ്മൾ ചൂടാക്കാൻ വയ്ക്കാറുണ്ടല്ലോ, അതിൽ നിന്ന് ഞാൻ കുറച്ച് വെള്ളം, നമ്മൾ റവയ്ക്ക് ആവശ്യത്തിന് വെള്ളം ഉണ്ടല്ലോ, നമുക്ക് ആദ്യം കുറച്ചായിട്ട് ചേർക്കാവുന്നതാണ്. കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് കുറച്ചും കൂടെ ഒന്ന് നോക്കാം. എന്നിട്ട് ആ വെള്ളം ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് റവ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വെള്ളം ചേർക്കാവുന്നതാണ്. പിന്നെ ഒരു അല്പം ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് പാലും കൂടെ ഒഴിക്കുന്നുണ്ട്. പിന്നെ പഞ്ചസാരയാണ് കൂടുതലിടുന്നത്. പഞ്ചസാര ഇട്ട് വേറെ കറിയൊന്നും വേണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇത്രയും പഞ്ചസാര കാണുമ്പോൾ ഭയങ്കര മധുരമൊന്നും കാണത്തില്ല, ആവശ്യത്തിനുള്ള മധുരമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഒരുപാട് മധുരമൊന്നുമില്ല. കുറച്ച് പഞ്ചസാരയും കുറച്ച് പാലും കൂടെ, പാലും ചൂടായിട്ടുള്ള തിളപ്പിച്ച പാലാണ് കേട്ടോ. ചൂട് വേണം, പച്ചപ്പാലല്ല ഒഴിച്ചിരിക്കുന്നത്. തിളപ്പിച്ച പാലൊഴിച്ച് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്നെല്ലാം കൂടെ ഒന്ന് തട്ടിപ്പൊത്തി നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് ആ ആവിയിൽ തന്നെ ശരിക്കും ഇരുന്ന് വെന്തോളും. വെള്ളം നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. റവ വെന്തോന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് ഒഴിച്ചെടുക്കാവുന്നതാണ്. നല്ല സോഫ്റ്റും ആയിട്ടുള്ളൊരു ഉപ്പുമാവാണ് കേട്ടോ. നമുക്കിതിൽ ആവശ്യത്തിന് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യുന്നെങ്കിൽ നല്ല ഹെൽത്തി ആയിരിക്കും. അപ്പോൾ നമുക്കൊരു പപ്പടമോ അല്ലെങ്കിൽ ഒരു പഴമോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അത് അല്പം നേരം ഒന്ന് അടച്ച് വെച്ച് ഒന്ന് തീയും കൂടെ ഓഫ് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിന് നമുക്കൊന്നിങ്ങനെ ഇളക്കിയിടാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്, സോഫ്റ്റുമാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ.